പ്രധാനപ്പെട്ട എൻ്റർടൈൻമെൻ്റ് ആണ് സിനിമ. ഞാൻ എല്ലാ ദിവസവും ഒരു സിനിമ കാണാൻ ശ്രമിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ ട്രോളാവത്തില്ലല്ലോ അല്ലേ? ഇല്ല. എല്ലാ ദിവസവും ഒരു സിനിമ കാണാൻ ശ്രമിക്കുന്ന ആളാണ്. പുതിയ സിനിമകളെല്ലാം തന്നെ ഞാൻ സെക്കൻഡ് ഷോ പോയി കാണും. നമ്മൾ ഇന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ദിവസം ഓഫീസർ ഓൺ ഡ്യൂട്ടി കാണാൻ സെക്കൻഡ് ഷോയുടെ ടിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാ പുതിയ സിനിമകളും കാണും. അതിപ്പം നല്ലതായാലും മോശമായാലും കാണും. അപ്പം ഞങ്ങൾ ഇപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം ജോബി റിനോ ഞങ്ങൾ കുറച്ചൊരു സിനിമ കമ്പനിക്കാരുണ്ട്. ഞങ്ങളെല്ലാം കൂടാണ് സിനിമ കാണാൻ പോകുന്നത്. പിന്നെ പല ഗ്യാങ്. എനിക്ക് വേറൊരു ഗ്യാങ് ഉണ്ട്. പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥാപനത്തിലെ അനിൽ ഞങ്ങൾ വേറൊരു ഗ്യാങ് ഉണ്ട്. പാലക്കാട് MLA ആയപ്പോൾ പാലക്കാട് പുതിയൊരു സിനിമ ഗ്യാങ്. അപ്പോൾ നമ്മൾ പോയി കഴിയുമ്പോൾ ആദ്യം ഉണ്ടാക്കുന്ന ഗ്യാങ്ങുകളിലൊന്ന് സിനിമ ഗ്യാങ്ങാണ്. സിനിമ ഇങ്ങനെ കാണാൻ നമുക്കൊരു നമ്മുടെ വൈബിനോട് നിൽക്കുന്ന ഒരു ടീം എനിക്ക് വേണം. അതല്ലാതൊരു ടീമിനോടൊപ്പം സിനിമ കാണുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഹൊറബിൾ എക്സ്പീരിയൻസ് ആണ്. ഞാനപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും കൂടെ സിനിമ കാണില്ല. അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ ഇനി ഇത് കാണാൻ പറ്റിയില്ല എങ്കിലും ഞാൻ എല്ലാ ദിവസവും ഒരു സിനിമ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ സിനിമയുടെ പുതിയ കാലഘട്ടത്തിൽ ഒരുവിധം സംവിധായകന്മാരും സിനിമയുടെ അണിയറ പ്രവർത്തകരുമായിട്ടൊക്കെ ഒരു തെറ്റല്ലാത്ത ബന്ധം, അവരെ അങ്ങോട്ട് വിളിക്കുകയും അവരോട് സംസാരിക്കുകയും അവരുടെ സിനിമയുടെ കാര്യങ്ങളൊക്കെ അറിയുകയും ഒക്കെ ചെയ്യുന്ന, അവരോട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെ അവര് അങ്ങനെ പിന്നെന്താ പറയുക, പിന്നെ ഒരു ഡയലോഗ് പോലുമുള്ള വേഷങ്ങൾക്കൊന്നും ആയിരിക്കില്ല വിളിക്കുന്നത്. അതിങ്ങനെ അവരുടെ ഒരു സൗഹൃദത്തിൽ ഒരു ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് അവർ വിളിക്കണമല്ലോ. ഒരു പാസിംഗ് സീനിൽ കാണിക്കാന്നൊക്കെ പറഞ്ഞാൽ അവർ വിളിക്കേണ്ടത് അവരുടെ മര്യാദ. അത് നോ എന്ന് പറയുന്നത് അവരോടും എന്നോടും മലയാള സിനിമാ ലോകത്തോടുള്ള എൻ്റെ മര്യാദ എന്നുള്ളത് കൊണ്ട് അതില്ല. പക്ഷേ സീരിയസ് ആയിട്ടുള്ള സിനിമാ മോഹം എന്ന് പറയുന്നത് പക്ഷേ അങ്ങ് ചോദിച്ചതുപോലെ അഭിനയമല്ല. സിനിമ എഴുതണം എന്ന്, തിരക്കഥ എഴുതണം എന്ന് വളരെ ഗൗരവത്തിലുള്ള ആഗ്രഹമുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊടുത്തോട്ടെ. രാഹുൽ തിരക്കഥ എഴുതുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ വളരെ ആലോചനയിലുണ്ടായിരുന്നു. അപ്പം ആലോചനയിൽ ഇരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നത്. അപ്പം പിന്നെ സമയം കുറഞ്ഞു. അതിനുശേഷം ആണ് വീണ്ടും പാലക്കാട് MLA ആകുന്നത്. പിന്നെ സമയം നന്നേ കുറഞ്ഞു. അപ്പം അതുകൊണ്ടൊക്കെ മുടങ്ങിയിരിക്കുന്നതാണ്. പക്ഷെ എങ്കിലും എന്നെ പീരീഡ് ഓഫ് ടൈം സിനിമ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. സിനിമ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ ഒത്തു വന്നാൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ചില സംവിധായകരോടൊക്കെ സംസാരിച്ചിരുന്നു. ഇപ്പം ജോഫിൻ, ഇപ്പം രേഖാചിത്രത്തിൻ്റെ ജോഫിനൊക്കെ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ജോഫിനോടൊക്കെ ഒന്ന് രണ്ട് കാര്യം സംസാരിച്ചിരുന്നു. ഒരിക്കൽ ആൻഡോ ചേട്ടനോട് ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പം അവരൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു സമയം ഉണ്ടായിട്ടില്ല. കാരണം അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഞങ്ങൾ എന്തായാലും കൊടുക്കാൻ പോവാ. തിരക്കഥ രചനയിലാണ് എന്ന് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. സമ്മതിച്ചിട്ടുണ്ടേ? ഇല്ലില്ല, രചനയിലല്ല കേട്ടോ. രചനയിലില്ല, ചില കാര്യങ്ങൾ ആലോചനയിൽ. അതെ, അത് മതി. ഉള്ളിൽ നടക്കുകയാണ്, എടുത്ത് നടക്കുകയാണ്. അത് പുറത്തേക്ക് വന്നിട്ടില്ല. പുറത്തേക്ക് വരും, കുഴപ്പമില്ല. വരണം എന്നുള്ളത് ആഗ്രഹമാണ്. നമ്മുടെ ഈ ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യമാണ്. ഈ പുതിയ കാലഘട്ടത്തിലെ സിനിമകളെ കുറിച്ച് രാഹുൽ ഒന്നും പറഞ്ഞില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. രാഹുലിന്റെ പഴയ ഹിന്ദി പാട്ടുകൾ ചോദിച്ചിട്ടില്ല. ശരിക്കുള്ള പാട്ട് ആസ്വാദകനാണ് രാഹുൽ. അതിലേക്ക് ഞാൻ ശരിക്കും വന്നിട്ടില്ല. അപ്പം അതിനു മുമ്പ് ഞാൻ ഈ പുതിയ കാലഘട്ടത്തിൽ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ആണല്ലോ പാട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ പാട്ടുകളുടെ ഇന്റർവ്യൂ. അതെ. ഞാൻ പൊതുവേ ഇന്റർവ്യൂകളിൽ ഒരു ഭയങ്കര കുറവുള്ള ഒരാളാണ്. എൻ്റെ ഒരു പ്രൊഫൈൽ ഗാലറിയിൽ ഇന്റർവ്യൂകൾ വളരെ കുറവായിരിക്കും. ഞാൻ അതിനെങ്ങനെ ഇന്റർവ്യൂകൾക്ക് ഇരിക്കാറില്ല. പല ക്ഷണം ഉണ്ടെങ്കിലും ഇരിക്കാറില്ല. ഇപ്പൊ ഞാൻ MLA ആയതിനു ശേഷമുള്ള ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. MLA ആയതിനു ശേഷം പിന്നെ സ്വാഭാവികമായിട്ടും ബൈ ഇലക്ഷനിൽ ജയിച്ചു വരുന്നതാണ്. അപ്പം എണ്ണമറ്റ ഇന്റർവ്യൂകൾക്ക് വിളിച്ചത്. പക്ഷെ എനിക്കങ്ങനെ ഇന്റർവ്യൂകളൊരു എനിക്കൊരു എതിർപ്പൊന്നുമല്ല. ഞാൻ ഇന്റർവ്യൂകൾ കാണുന്ന ആളാണ്. പക്ഷെ നിങ്ങളുടെ ഇന്റർവ്യൂ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങളുടെ ഇന്റർവ്യൂകൾ ഞാൻ കാണാറുണ്ട്. ഇങ്ങനെ പാട്ട് പറഞ്ഞിട്ടുള്ള സാധനം കാണാറുണ്ട്. പുതിയ കാലഘട്ടത്തിലെ സിനിമകൾ ഞാൻ പറഞ്ഞില്ല, പുതിയ കാലഘട്ടത്തിലെ സിനിമകളെല്ലാം കാണാറുണ്ട്. എല്ലാ സിനിമയും കാണാറുണ്ട്. അതായത് ഇപ്പൊ ഇറങ്ങിയ സിനിമകൾ മാത്രമേ എനിക്ക് മിസ്സായിട്ടുള്ളൂ. പിന്നെ ഇലക്ഷൻ സമയത്ത് മാത്രമാണ് സിനിമകൾ മിസ്സായത്. അത് തന്നെ പിന്നീട് ഞാൻ OTT പ്ലാറ്റ്ഫോം വന്നതോടുകൂടി ഇപ്പോൾ വളരെ സൗകര്യമാണല്ലോ. എനിക്ക് തോന്നുന്നു രാഹുലിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനെന്ന് പറയുന്നത് ഒരു പ്രത്യേക കാറ്റഗറി സിനിമ കാണുന്ന ആളല്ല. അപ്പൊ ആവേശത്തിനകത്ത് പോയിരുന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആവേശപ്പെടും. പക്ഷെ ചിലപ്പോൾ ആവേശത്തിന്റെ സോങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് എന്ന് പറയുമ്പോൾ ഞാൻ വിനായകനോട് ചോദിക്കും, വിനായകൻ അങ്ങനെ പറയണമായിരുന്നു. വിനായകൻ പറയും അത് തമാശയായിട്ട് കാണും. ഇപ്പൊ ആദരാഞ്ജലി നേരട്ടെ എന്ന് പറയുമ്പോൾ അത് പ്രേതം എന്ന് പറയുന്നത്, അപ്പം നമുക്കത് തമാശയാണ്. പക്ഷെ ഇതിന്റെ വേറൊരു കോൺടെക്സ്റ്റ്, ആ വാക്കിന്റെ ഒരു ഗൗരവം ഒരു ഉദ്ദേശിച്ചില്ല. അത് പ്രേതം വന്നിട്ടാണ് പറയാൻ നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ എന്ന് പറയുമ്പോൾ അതൊരു കോമഡിയാണ്. അത് ശരിയായ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാകും. ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളായതുകൊണ്ട് അനുഭവം പറയാം, പേര് പറയുന്നില്ല. നമുക്കറിയുന്ന പരിചയത്തുള്ള ഒരാള്, അദ്ദേഹം ഫേസ്ബുക്ക് പുതുതായിട്ട് അക്കൗണ്ട് എടുത്തു. ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്തിട്ട് ഇദ്ദേഹത്തിന് ഈ ഫേസ്ബുക്കിന്റെ കാര്യങ്ങൾ വലിയ പിടിയില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു എപ്പോഴും ഉള്ളൊരു ആകെ അറിയുന്നതെന്ന് പറഞ്ഞാൽ ഏതിന്റെ അടിയിൽ പിന്നെ ബെസ്റ്റ് വിഷസ് എല്ലാത്തിന്റെ ഇടയിൽ പുള്ളിയുടെ ആകെ പരിപാടി ഇതാണ്.
അപ്പോൾ നിർദോഷമായ ഒരു കമൻ്റ് ആണല്ലോ ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദ്രോഹവും ഒരു ദോഷമില്ല. അപ്പോൾ നമ്മളൊരു പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്താൽ ബെസ്റ്റ് വിഷസ്, നമ്മൾ വേറൊരു കാര്യം പറഞ്ഞാൽ ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ വേറൊരു സുഹൃത്തിൻ്റെ അമ്മ മരണപ്പെട്ടു, ഒരു ടീച്ചറാണ്. അപ്പം പുള്ളി ഈ മരണത്തിൻ്റെ പോസ്റ്റിനിടയിൽ ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞ് വളരെ നിർദോഷമായി പ്ലേസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ബെസ്റ്റ് വിഷസ് കാരണം ഈ മറ്റേയാൾ എന്തോ ഇയാൾ ബോധപൂർവമാണെന്ന് പറഞ്ഞ് അയാളോട് ചോദിക്കാൻ പോകുന്നു, വഴക്കാകുന്നു, തർക്കമാകുന്നു. വളരെ നിർദോഷമായ ഒരു ബെസ്റ്റ് വിഷസ് എത്രമാത്രം വലിയ വിവാദമായി എന്നുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ വരുമ്പോഴാണ് ആദരാഞ്ജലികൾ അവരുദ്ദേശിച്ച സെറ്റിലൊക്കെയാണ്, സെറ്റാണത്. പക്ഷെ അല്ലാതെ നമ്മളിപ്പം പ്ലെയിൻ ആയിട്ട് ആദരാഞ്ജലി എന്ന് പറയുന്നതിന്റെ രീതിയിൽ ആലോചിക്കാതിരുന്നാൽ മതി. അവരാലോചിച്ച കോണ്ടെക്സ്റ്റിൽ ഏറ്റവും ആപ്റ്റ് വാക്കല്ലേ, അതിനപ്പുറം എന്താ അവർ പറയേണ്ടത്? അത് ഞാൻ പുതിയ സിനിമകളെല്ലാം കാണാറുണ്ട്. എങ്കിലും ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുമ്പോൾ ഡിഫറെന്റ് സ്റ്റൈലിൽ സിനിമ കാണുന്ന ഒരു ടേസ്റ്റ് അല്ലേ ഉള്ളത്? എല്ലാത്തരം സിനിമകളും കാണും. അതിപ്പം നമ്മുടെ ഓരോ മൂഡായിരിക്കും. ഒന്ന് ഇറങ്ങുന്ന സിനിമകൾ നമുക്ക് അങ്ങനെ ടേസ്റ്റ് വെച്ച് സമീപിക്കാൻ കഴിയില്ല. അപ്പം നമ്മുടെ മുന്നിൽ 3-4 സിനിമ മാത്രമായിരിക്കുമല്ലോ അറ്റ് എ ടൈം ഉണ്ടാവുക. അപ്പം അത് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ OTT-യിൽ കാണുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കാണുന്ന സമയത്ത് നമ്മൾ ചൂസ് ചെയ്യും, നമ്മുടെ ആ ഒരു മൂഡിനനുസരിച്ച് ചൂസ് ചെയ്യും. ഇപ്പം നമുക്ക് ചിലപ്പം ത്രില്ലർ മൂവീസ് കാണാനായിരിക്കും ഇഷ്ടം, ചിലപ്പം വളരെ ഗൗരവമുള്ള ഏതെങ്കിലും ഒരു പ്രമേയം കാണാനായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ റൊമാൻറ്റിക് മൂവീസ് കാണാനായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ പഴയ ഏതെങ്കിലും നൊസ്റ്റാൾജിക് സിനിമകൾ ഒന്നുകൂടെ കാണാനായിട്ടായിരിക്കും ഇഷ്ടം. അങ്ങനെ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ മൂഡ്. അല്ലാതെ ഇത് കാണില്ല എന്നില്ല എല്ലാ സിനിമകളും. നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ചൊന്നും ഇവിടെ നാട്ടിൽ, അതായത് റൂമേഴ്സ് അല്ലാതെ റിയൽ ആയിട്ട് ഒരു സാധനം കിട്ടാനില്ല, ഒരു മെറ്റീരിയൽ കിട്ടാനില്ല. ഞാൻ തപ്പി നോക്കിയപ്പോൾ റിയൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും ഇല്ല. ഇത്രയേറെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഇത്രയേറെ ഇങ്ങനെ നിൽക്കുന്ന ആള്, നമ്മളിപ്പോ തമാശക്ക് പറയുകയാണെങ്കിൽ വിജൃംഭിച്ച് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ഈ പ്രണയത്തെ എങ്ങനെ ഇത്രയും മറച്ചു വെക്കാൻ കഴിയുന്നത്? ജീവിതത്തിൽ നല്ല പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പ്രണയമേ ജീവിതത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഈ ക്യാമറ പോലും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്യാമറ പോലും പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കടുക്കുകയും ചെയ്യുന്നില്ല. വളരെ ഇന്റൻസ് ആയിട്ടുള്ള പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈഫിന്റെ പാർട്ടാണല്ലോ അതൊക്കെ. അതുപോലെ ഈ ഡൽഹി കോളേജ് കാലഘട്ടം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ നമുക്കൊരു വിഷനാണ്. ഒന്നാമത് കേരളത്തിൽ ജനിച്ചു വളർന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. അവിടെ കുറച്ചുകൂടെ നമ്മൾ വളരും, അതേപോലെ തന്നെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടും. ആ കാലഘട്ടത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ഡൽഹി പഠനം ഭയങ്കര, അതായത് നമ്മളിവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ കളിച്ച് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് തെറ്റല്ലാത്തൊരു അക്കാദമിക് പശ്ചാത്തലവുമായിട്ടാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ സെയിൻറ്റ് സ്റ്റീഫൻസിൽ പഠിക്കാൻ പോകുന്നു. അപ്പോൾ അത് നമ്മുടെ സ്വപ്ന ക്യാമ്പസാണ് സ്റ്റീഫൻസിൻ്റെ. യൂണിവേഴ്സിറ്റിയിലെ മികച്ച മാർക്കുകളൊന്ന് കാലഘട്ടത്തിൽ നമുക്കുണ്ട്. അതൊരു പൊങ്ങച്ചായിട്ട് പറഞ്ഞതല്ല, ഉണ്ട്. അപ്പം അന്ന് നമുക്കതൊരു പൊങ്ങച്ചായിട്ടൊക്കെ തോന്നിയിരുന്നു. നമ്മളിങ്ങനെ നല്ല മാർഗ്ഗമാണല്ലോ എന്നൊക്കെ ഉള്ളൊരു പൊങ്ങച്ചവുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പം നമ്മളൊന്നുമേ അല്ല എന്ന് ബോധ്യപ്പെടാനായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി, പ്രത്യേകിച്ച് സ്റ്റീഫൻസിലൊക്കെ ഒരു പഠനം ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. കാരണം പല യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സാണ് അവിടെ വന്നിരിക്കുന്നവരെല്ലാവരും തന്നെ യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സാണ്. അപ്പോൾ അവരുടെ ഒന്നും മുന്നിൽ നമ്മളൊന്നും അല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകാനായിട്ട് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ കുറേ നല്ല അധ്യാപകരുണ്ടായിട്ടുണ്ട്.